ഹായ് ഹലോ എവ്രിവൺ. അപ്പോൾ എല്ലാവർക്കും KS മെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്കീംസ് ആൻഡ് പ്രൊജക്ട്സ് എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത് സ്കീംസും പ്രൊജക്ട്സും എല്ലാം അല്ലെ. നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ചില പദ്ധതികളെ കുറിച്ച് എല്ലാ എക്സാമുകളിലും വരുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുക. ആദ്യത്തെ പാർട്ട് നമ്മൾ കേരള ഗവൺമെന്റിന്റെ സ്കീംസും സെക്കൻഡ് പാർട്ട് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്കപ്പോ ക്ലാസ്സിലേക്ക് പോവാം. അതേപോലെ നമ്മളിപ്പോ സിലബസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ SI മെയിൻസിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നോക്ക്, ഈ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ വരുന്നത് വെൽഫെയർ സ്കീംസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് നോക്കിക്കഴിഞ്ഞാലും അതിലും എന്താണ് ഈ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ എന്ത് വരുന്നുണ്ട്, ഈ സ്കീംസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഓക്കെ, എല്ലാവരും തന്നെ വളരെ അറ്റൻഷനോട് കൂടി ഇരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു പോകാം. വളരെ സിമ്പിൾ ആണ്, ഒന്ന് ഓർത്തിരിക്കാൻ പറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സ്കീംസിനെ കുറിച്ചായിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫിസിക്കലി ഡിസേബിൾഡ്, സീനിയർ സിറ്റിസൺ, അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിനും. അങ്ങനെ മൂന്നായിട്ടായിരിക്കും ആദ്യം നമ്മൾ പഠിക്കുക. അപ്പൊ നോക്ക്, ഫസ്റ്റ് പ്രൊജക്ട് പഠിക്കുന്നതല്ലേ, ഫസ്റ്റ് സ്കീം എന്താ നോക്ക്. ശ്രേഷ്ഠം എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ശ്രേഷ്ഠം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ളതാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഫിസിക്കലി ഡിസേബിൾഡിന് വരുന്ന സ്കീമിന്റെ ഒരു പേരാണ് എന്തെന്ന് പറയുന്നത്? ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ഇനി എന്താണ് ശ്രേഷ്ഠം എന്ന് നോക്കാം. നോക്ക്, PWD ആക്ട് 2016 ചാപ്റ്റർ 3 സെക്ഷൻ 16 ക്ലോസ് 1 പ്രകാരം ഭിന്നശേഷിക്കാർക്ക് കലാകായിക രംഗങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തുന്നതിനായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷൻ പ്രധാനമായിട്ടും പഠിച്ചു വെക്കാം. നോക്ക്, PWD ആക്ട് 2016 ചാപ്റ്റർ 3 സെക്ഷൻ 16 ക്ലോസ് 1 പ്രകാരം ആർക്കാണ്? നമ്മുടെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കലാകായിക രംഗങ്ങളിൽ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എന്താണ്, അല്ലെങ്കിൽ അവർക്കൊരു ഇക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ, ഈ മേഖലകളിൽ അഭിരുചിയും പ്രാവീണ്യവുമുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അവരുടെ കഴിവ് അല്ലെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം നേടുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ശ്രേഷ്ഠം എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കേണ്ടത്, ശ്രേഷ്ഠം ഫിസിക്കലി ഡിസേബിൾഡിന് വേണ്ടിയിട്ടുള്ളതാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. 3 കലാകായിക രംഗങ്ങളില് മികവ് പുലർത്താനായിട്ട് അല്ലെങ്കിൽ അതിൽ പ്രാവീണ്യമുള്ളവരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫീൽഡില് ഒരിത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കാം, സഹജീവനം. എന്താണ് സഹജീവനം? ഈ സഹജീവനവും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീം തന്നെയാണ്. അപ്പോ സർക്കാരിന്റെ വാതിൽപ്പടി സേവനം, അതായത് ഡോർ ടു ഡോർ സർവീസ് ചെയ്യുന്നു എന്നുള്ളതാണ് സഹജീവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സർക്കാരിന്റെ വാതിൽപ്പടി സേവനം ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഇവർക്ക് മാനസിക പിന്തുണയും അവശ്യ സേവനങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരുടെ നേതൃത്വത്തിലാണ്? സാമൂഹിക നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? സഹജീവനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സഹജീവനം എന്ന് പറയുന്നത്. അപ്പോ വാതിൽപ്പടി സേവനം ഉറപ്പുവരുത്തുക ആർക്ക് വേണ്ടിയിട്ട്? ഫിസിക്കലി ഡിസേബിൾഡിന് വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം, സ്നേഹയാനം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് സിമിലർ ആയിട്ടുള്ള പേരുകൾ ഈ സ്കീംസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് ആ സ്കീം പറയുന്നത് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ സ്നേഹയാനവും ആർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്? ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോ ഇവിടെ നോക്ക്, നാഷണൽ ട്രസ്റ്റ് നിയമം വന്നത് 1999. അത് പ്രകാരം അതിൽ ഉൾപ്പെടുന്നതാണ് ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി.
ഓക്കെ, ഇതെല്ലാം ബാധിച്ച ഭിന്നശേഷിക്കാരുണ്ടല്ലോ, അവരുടെ നിർധനരായ അമ്മമാർക്ക് സ്ഥിരമായ ഒരു ഉപജീവനം കണ്ടെത്തുന്നതിനായിട്ട് എന്താണ് കൊടുക്കുന്നതെന്നറിയോ? ഇലക്ട്രിക് ഓട്ടോ ആണ് കൊടുക്കുന്നത്. എന്താണ്? ഇലക്ട്രിക് ഓട്ടോ നൽകി വരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? സ്നേഹയാനം എന്ന് പറയുന്നത്. സ്നേഹയാനം ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു എന്താണ് സ്നേഹയാനം, അവരൊരു സ്നേഹം പോലെ എന്ത് ചെയ്യാണ്, അവരുടെ അമ്മമാർക്ക് ഒരു തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് എന്ത് കൊടുക്കുന്നു? ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുന്ന സ്കീമാണ് എന്താന്ന് പറയുന്നത്? സ്നേഹയാനം. എന്താണ്? സ്നേഹയാനം അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇലക്ട്രിക് ഓട്ടോ നൽകുന്നു. ഇനി പ്രത്യാശ പദ്ധതി. എന്താണ് പ്രത്യാശ? ഒരു ഹോപ്പാണ് അല്ലെ. അന്യസംസ്ഥാന താമസക്കാരെ നാട്ടിലെത്തിക്കാൻ. ഏത് അന്യസംസ്ഥാനക്കാരെയാണ്? എല്ലാവരെയും ആണോ? അല്ല. ഇതും എന്താണ്? ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. കേരളത്തിലെ സർക്കാരിതര പുനരധിവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്ന അന്യസംസ്ഥാനക്കാരെ കണ്ടെത്തി അവരുടെ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള പദ്ധതിയാണിത്. അതായത് ആരൊക്കെ ഉൾപ്പെടും? പ്രായമായവർ, ഭിന്നശേഷിക്കാർ, അനാഥർ തുടങ്ങിയ ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ സ്കീം ആപ്ലിക്കബിൾ ആകുക. പ്രത്യാശ, ഒരു ഹോപ്പ്. അതായത് ഇവിടെ ഉള്ള അനാഥരായിക്കോട്ടെ, പ്രായമായവരായിക്കോട്ടെ, അവരെല്ലാം എന്താണ്? അന്യനാട്ടിൽ നിന്ന് വന്നവരെ അവരുടെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചെത്തിക്കുക എന്നൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തെന്നുള്ള ഒരു സ്കീം വന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യാശ എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വിജയാമൃതം. എന്താണ് വിജയാമൃതം നോക്കാം. വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ച് ഡിഗ്രി ഓർ തത്തുല്യ കോഴ്സ്, ബിരുദാനന്തര ബിരുദം, PGക്ക് തത്തുല്യമായ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡാണ് എന്തെന്ന് പറയുന്നത്? വിജയാമൃതം. അവർ വിജയിച്ചു വന്നതുകൊണ്ട് അവർക്കൊരു സഹായം അല്ലെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനം എന്ന് പറയാം അല്ലെ. ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സ്കീമാണ് അഥവാ ഒരു ധനസഹായമാണ് എന്തെന്ന് പറയുന്നത്? വിജയാമൃതം എന്ന് പറയുന്നത്. അപ്പോ വിജയാമൃതം ഒരു തവണയോട് വായിക്കാം. വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഡിഗ്രി ഓർ തത്തുല്യ കോഴ്സ്, ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ PGക്ക് തത്തുല്യമായ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കീമിന് അല്ലെങ്കിൽ ഈ ഒരു ധനസഹായം അല്ലെ ക്യാഷ് അവാർഡിന് അപ്ലൈ ചെയ്യുന്നത് സുനീതി പോർട്ടൽ വഴിയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. സുനീതി പോർട്ടൽ. ഇനി നെക്സ്റ്റ് സ്വാശ്രയ. എന്താണ് സ്വാശ്രയ നോക്കാം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സംരക്ഷിക്കുന്ന BPL കുടുംബത്തിലെ അമ്മമാരോ രക്ഷകർത്താക്കളോ സ്വയം തൊഴിൽ ആരംഭിക്കാൻ ഒരു സ്വയം തൊഴിൽ ആരംഭിക്കാനായിട്ട് ഒറ്റത്തവണയായിട്ട് 35,000 രൂപയായിട്ട് ഒരു ധനസഹായം നൽകും. അതാണ് സ്വാശ്രയ. ഒരു സ്വയം അങ്ങനെ ഒരു സ്കീമാണ്. സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ക്യാഷ് ആണ്, അതായത് ഒരു ധനസഹായമാണ്. ഈ 35,000 രൂപ ഒറ്റത്തവണ നൽകുന്നു. ഓക്കെ, അപ്പോ അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ പേരൻസിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു സെൽഫ് ഇൻഡിപെൻഡൻസി കൊണ്ടുവരാനായിട്ട് കൊടുക്കുന്ന ഒരു ക്യാഷ് അവാർഡാണ് സ്വാശ്രയ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. നെക്സ്റ്റ് വിദ്യാജ്യോതി. വിദ്യാജ്യോതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നറിഞ്ഞിരിക്കുക. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സാമൂഹിക പുരോഗതിയും ലക്ഷ്യമാക്കി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? വിദ്യാജ്യോതി. അതായത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി തന്നെയാണ് ആ പേര് പോലെ തന്നെ വിദ്യാജ്യോതി എന്ന് പറയുന്നത്. അപ്പോ 40% അതിൽ കൂടുതൽ ഭിന്നശേഷി ഉള്ളവർക്കായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ സഹായം ലഭിക്കുന്നുണ്ടാവുക. ഇനി വിദ്യാകിരണം. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി കാണും, ഒരുപാട് പ്രൊജക്ട്സ് സിമിലർ നെയിം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ വിദ്യാകിരണം പദ്ധതിയാണെങ്കിൽ സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾ, അതായത് ഒരാളായിക്കോട്ടെ 2 പേർക്കായിക്കോട്ടെ, ആ ഭിന്നശേഷിയുള്ള അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു ധനസഹായം എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സ്കീമാണ് വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത്. സെയിം ആരുടെ കീഴിൽ തന്നെയാണ്? സാമൂഹിക നീതി വകുപ്പ് അഥവാ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെയാണ്. സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ, ഒരാളായിക്കോട്ടെ 2 പേരായിക്കോട്ടെ, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായമാണ് വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാതൃജ്യോതി പദ്ധതി. മാതൃജ്യോതി പദ്ധതി.
അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മന്ത്ലി വരുന്ന കറണ്ട് അഫയർ മാഗസിനുകൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡെയിലി ഡൈജസ്റ്റ് എന്ന പേരില് ഡെയിലി വരുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും അതിനകത്ത് ഫോളോ ചെയ്യുക. അതേപോലെ സ്റ്റഡി പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെലഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിലും അതുവഴി ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മാതൃജ്യോതി പദ്ധതിയെ കുറിച്ചാണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഒക്കെ ആയിട്ട് പ്രതിമാസം 2000 രൂപ കൊടുക്കും. അതായത് കുഞ്ഞിന് 2 വയസ്സാകുന്നവരെ ഈ ഒരു സഹായം പ്രതിമാസം 2000 രൂപ വെച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഭിന്നശേഷി നോക്കാം, 60% അതിലധികമോ ഉള്ള ഭിന്നശേഷിക്കാരായ അമ്മമാർക്കായിരിക്കും ഈ സഹായം ലഭിക്കുക. അതാണ് മാതൃജ്യോതി, അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മാതൃജ്യോതി. ശരി, ഇനി അപ്പൊ ഇത്രയും നമ്മൾ സ്കീംസ് പഠിച്ചത് എന്തായിരുന്നു? ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഫിസിക്കലി ഡിസേബിൾഡ് ഏതൊക്കെയായിരുന്നു പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. മാതൃജ്യോതി പദ്ധതി പഠിച്ചു, വിദ്യാകിരണം, വിദ്യാജ്യോതി, സ്വാശ്രയ, വിജയാമൃതം, പ്രത്യാശ, സ്നേഹയാനം, സഹജീവനം, ശ്രേഷ്ഠം എന്നിവയായിരുന്നു നമ്മൾ ഫിസിക്കലി ഡിസേബിൾഡിന്റെ കീഴിൽ പഠിച്ചത്. ഓർത്തിരിക്കുക. ഇനി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്കീം നമ്മൾ പഠിക്കുന്നത് പ്രതിഭ പദ്ധതിയാണ്. ഏതാണ്? പ്രതിഭ പദ്ധതി. ഇവിടെ എന്ന് വെച്ചാല് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പാണ് വരുന്നത്. അതായത് ധനസഹായം തന്നെയാണ്. അതായത് സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തില് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകൾ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചിത കാലയളവിൽ പരിശീലനം നേടുന്നതിനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നടക്കുന്ന സൗന്ദര്യ മത്സരം, മറ്റ് കലാകായിക മത്സരങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിനും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? പ്രതിഭ പദ്ധതി എന്ന് പറയുന്നത്. ഏതാണ്? പ്രതിഭ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതൊരു പ്രതിഭകൾക്ക് വേണ്ടി നൽകി വരുന്ന ഒരു ധനസഹായമാണ്. ഇനി നമുക്ക് അനന്യം പദ്ധതി. എന്താണ് അനന്യം പദ്ധതി നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ കലാഭിരുചികളെ പിന്തുണച്ച് ആവശ്യമായ പരിശീലനം നൽകി വരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അനന്യം പദ്ധതി. അപ്പൊ ഇവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പ്രത്യേകം ഒരു ഓർഗനൈസേഷന്റെ സഹായം തേടുന്നുണ്ട്. ആ ഒരു ഓർഗനൈസേഷന്റെ പേരാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം. ട്രിവാൻഡ്രത്തുള്ളതാണ്. ഒരു കൾച്ചറൽ ഹെറിറ്റേജ് സെന്റർ ആണ്. അതേപോലെ 2015 ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായി ഒരു സമഗ്ര നയം രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതൊരു ആഡ് ഓൺ പോയിന്റ് ആണ്. എന്താണ്? 2015 ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായി ഒരു സമഗ്ര നയം രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ്. അപ്പോൾ അനന്യം പദ്ധതി എന്താ പറഞ്ഞത്? ഈ കലാഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിൽ അവരെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പദ്ധതിയാണ് അനന്യം പദ്ധതി എന്ന് പറയുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്നു. ആ ഒരു പദ്ധതിയുടെ പേരാണ് അനന്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി, ഇനി വർണ്ണം എന്ന് പറയുന്നത് സെയിം ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് എന്താണ്? വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതിയാണ്. അതായത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ധനസഹായമാണ്. എന്തെന്ന് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത്. വർണ്ണം ആരുടേതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയെ ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? വർണ്ണം എന്ന് വിളിക്കുന്നത്. പ്രധാന ലക്ഷ്യം നോക്ക്, വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രി, PG പഠനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് വർണ്ണം പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അണ്ടർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്നും കൂടി ഓർത്തിരിക്കാം. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് 24/7 ഒരു ഹെൽപ്പ് കിട്ടുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് സേവനം ഒക്കെ ഉറപ്പാക്കുന്നതിനായിട്ട് സാമൂഹിക നീതി വകുപ്പിന്റെ മേൽനോട്ടത്തില് ലഭ്യമാക്കിയ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ആ ടോൾ ഫ്രീ നമ്പറാണ് എന്താണ്?
1800425247. ഓക്കെ, അപ്പൊ അതാണ് ഫ്രീ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. 24x7 ഹെൽപ്പ് ലൈൻ നമ്പർ ആണെന്ന് ഓർക്കുക. 180042521417. ശരി, ഇനി നമ്മൾ കഴിഞ്ഞു, ട്രാൻസ്ജെൻഡേഴ്സിന്റെ കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സീനിയർ സിറ്റിസൺസ് അഥവാ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന സ്കീംസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. നോക്കാം, വയോജന ഹെൽപ്പ് ലൈൻ നമ്പറെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. 14567. ഓക്കെ, 14567 എന്നുള്ളതാണ് വയോജന ഹെൽപ്പ് ലൈൻ നമ്പർ. അവർക്കും എന്താണ്, വയോജന സൗഹൃദ നയത്തിന് പിന്തുണയായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ പദ്ധതിയുടെ പേര് പറയുന്നത് എന്താണ്, എൽഡർ ലൈൻ എന്നുള്ളതാണ്. എൽഡർ ലൈൻ എന്നുള്ളതാണ് ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊണ്ടുവന്നതിന്റെ ആ ഒരു പേരെന്ന് പറയുന്നത് എൽഡർ ലൈൻ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വയോരക്ഷാ പദ്ധതിയാണ്. ഏതാണ് വയോരക്ഷാ പദ്ധതി? വയോജനങ്ങളുടെ സംരക്ഷണവും ക്ഷേമവും ലക്ഷ്യമാക്കി സാമൂഹിക നീതി വകുപ്പ് രൂപം നൽകിയിരിക്കുന്ന പ്രത്യേക പദ്ധതിയാണ് വയോരക്ഷ. അതായത് സീനിയർ സിറ്റിസൺസിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, അടിയന്തര വൈദ്യസഹായം, പുനരധിവാസം, കെയർ ടേക്കറുടെ സേവനം, നിയമസഹായം എന്നിവ ഈ വയോരക്ഷാ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ സ്കീംസ് നമ്മൾ സാധാരണ ചോദിക്കുന്നത് ചില വർഷങ്ങൾ ചോദിക്കാറുണ്ട്, ഇതേപോലെ ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിക്കാറുണ്ട്, പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ് ചോദിക്കാറുണ്ട്. ഒബ്ജക്റ്റീവ് തന്നിട്ട് പേര് ഏതാന്ന് ചോദിക്കാറുണ്ട്, പേര് തന്നിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമുക്കിപ്പോ ഇത് കണ്ടില്ലേ, പ്രധാന ഉദ്ദേശങ്ങളുണ്ട്, അല്ലാതെ മെയിൻ ഒബ്ജക്റ്റീവ് പറയും. എന്നിട്ട് 2-3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഈ സ്കീമിന് ഫോളോ ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് താഴെ ഏതാണ്, ഈ സ്കീം പ്രകാരം വരാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിക്ക് വേണം സ്കീംസ് പഠിക്കാൻ. നമ്മളിപ്പോ 10th 12th എക്സാംസിനാണെങ്കിൽ 1 വേർഡ് ആയിട്ട് ചോദിക്കും. അതേസമയം നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് പഠിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡീപ്പായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കണക്കിന് നമ്മൾ ആ ഒബ്ജക്റ്റീവ്സും അതേപോലെ അതിന്റെ ആ ഒരു എയിംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇനി സെക്കൻഡ് ഇന്നിങ്സ് ഹോം എന്ന് പറയുന്ന അടുത്തൊരു പ്രൊജക്ട് അല്ലെങ്കിൽ സ്കീമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 16 വൃദ്ധസദനങ്ങൾ അടിസ്ഥാനമാക്കി ആരംഭിച്ച പുതിയ സംരംഭമാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. വയോജന സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുക, നിലവിലുള്ള വൃദ്ധസദനങ്ങളെ ആധുനിക സാങ്കേതികയും സൗകര്യങ്ങളോടു കൂടി മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോമിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന 16 വൃദ്ധസദനങ്ങൾ, ഈ 16 വൃദ്ധസദനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത്, സെക്കൻഡ് ഇന്നിങ്സ് ഹോം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വൃദ്ധസദനങ്ങൾ അവർക്കൊരു വീട് പോലെ ആക്കിയെടുക്കാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് വളരെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു സെക്കൻഡ് ഇന്നിങ്സ് ഹോം എന്ന് പറയുന്നത്. ഇനി വയോമധുരം. വയോമധുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരിക? എന്തോ ഒരു മധുരവുമായിട്ട്, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളൊരു സ്കീമിന്റെ ബേസിൽ വരുമ്പോൾ ഡയബറ്റിക്കുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ICMRന്റെ 2017 പഠന പ്രകാരം കേരളത്തിലെ 19.4% പേർക്കും അതിൽ 80% മുതിർന്നവർക്കും എന്താണ്, അവർ ഡയബറ്റിക് ആണ് എന്ന് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അപ്പൊ ഈ സാഹചര്യത്തില് BPL കുടുംബത്തിൽപ്പെട്ടവർക്ക്, BPL വിഭാഗത്തിലുള്ള സീനിയർ സിറ്റിസൺസിന് എന്ത് കൊടുക്കുന്നതായിരുന്നു? ഫ്രീ ആയിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കാനായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകി വരുന്ന പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത്, വയോമധുരം പദ്ധതി എന്ന് പറയുന്നത്. ഏതാണ്? വയോമധുരം പദ്ധതി. ഓക്കെ, ഇനി വയോ അമൃതം പദ്ധതി. എന്താണ് വയോ അമൃതം എന്ന് നോക്കാം. 2014-15 തുടങ്ങിയ പദ്ധതിയാണ് ഏത്? വയോ അമൃതം പദ്ധതി. സർക്കാർ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന വയോജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി കൊണ്ടുവന്നതാണ് വയോ അമൃതം പദ്ധതി. എന്താണ്? പ്രത്യേകിച്ച് ആയുർവേദം വഴിയാണ് ചികിത്സ നൽകുന്നത്. വയോ അമൃതം പദ്ധതി എന്ന് വെച്ചാല് ആയുർവേദ ചികിത്സ നൽകി വരുന്നതിനുള്ള ഒരു പദ്ധതിയായിരുന്നു. 2014-15 കാലയളവിലാണ് ഈ ഒരു സ്കീം ആരംഭിക്കുന്നത്. ശരി,
നമ്മളപ്പോ വേഗം ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല. പേരുകൾ നിങ്ങൾ സ്കീംസ് പഠിക്കുമ്പോൾ എപ്പോഴും വേണ്ടത് പ്രത്യേകം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. കാരണം കൺഫ്യൂസിങ് ആയിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഏകദേശം മിക്കതും സിമിലർ ആയിട്ടുള്ള പേരുകളാണ്. അതുകൊണ്ട് ആരുടെയാണ് എന്താണെന്ന് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കുക എന്നുള്ളതാണ് സ്കീംസ് പഠിക്കാനുള്ള പ്രധാന വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. നെക്സ്റ്റ് മന്ദഹാസം. എന്താണ് മന്ദഹാസം? ഒരു ചിരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പോൾ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം? മന്ദഹാസം പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകളുടെ പൂർണ്ണ സെറ്റ്, അതായത് മുഴുവൻ പല്ല് പോവുകയോ അതോ നിലവിലുള്ള പല്ല് ഉപയോഗശൂന്യമോ ആയ ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഈ ഒരു സ്കീം ആപ്ലിക്കബിൾ ആകുക കേട്ടോ, മന്ദഹാസം പദ്ധതി. ഇനി നമ്മള് വളരെ ഫാസ്റ്റ് ആയിട്ട് അത്യാവശ്യമുള്ള സ്കീമുകൾ ഡയറക്റ്റ് എന്താണെന്ന് പറഞ്ഞു പോവാണ്. നമ്മുടെ കേരള ഗവൺമെന്റ് സ്പോർട്സ് സ്കീമാണ്. കായിക മേഖലയിൽ വരുന്ന കേരള സർക്കാർ പദ്ധതികളാണ് നമ്മൾ ഇനി നോക്കുന്നത്. എന്താണ് കിക്ക് ഓഫ് എന്ന് നോക്കാം. ഫുട്ബോൾ പ്രതിഭകളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് കിക്ക് ഓഫ് എന്ന് പറയുന്നത്. എന്താണ് കിക്ക് ഓഫ് എന്ന് പറയുന്നത്? പിന്നെ ഹൂപ്സ് ആണ്, ബാസ്കറ്റ് ബോൾ പരിശീലനമാണ് ഹൂപ്സ്. എന്താണ് ഹൂപ്സ്? ബാസ്കറ്റ് ബോൾ പരിശീലനം. സ്പ്ലാഷ് നീന്തൽ പരിശീലനം. പഞ്ച് പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം. ജുഡോക്ക കുട്ടികൾക്ക് സൗജന്യ ജുഡോ പരിശീലനം. ഗോൾ 5 ലക്ഷം കുട്ടികൾക്ക് ശാസ്ത്രീയ ഫുട്ബോൾ പരിശീലനം. കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം. അത്രയും സ്കീംസ് ആണ് സ്പോർട്സിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ വായിക്കാം. കിക്ക് ഓഫ് പഠിച്ചു, ഹൂപ്സ് പഠിച്ചു, സ്പ്ലാഷ്, പഞ്ച്, ജുഡോക്ക, ഗോള്, കരുത്ത്. ഓക്കെ, എന്താണെന്ന് നോക്കി വെക്കാം. ഇനി കേരള സർക്കാർ ആരോഗ്യക്ഷേമ പദ്ധതികളില് ഹെൽത്ത് ആൻഡ് വെൽഫെയറിൽ വരുന്ന സ്കീംസുകളാണ്. സ്നേഹിത, ചൂഷണത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു സപ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത്? സ്നേഹിത എന്ന് പറയുന്നതാണ് സ്നേഹിത. ഇനി മിഠായി ആണെങ്കിലോ ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്? മിഠായി എന്ന് പറയുന്നത്. ഇനി യോദ്ധാവാണെങ്കിലോ വിദ്യാർത്ഥികളിൽ മയക്കുമരുന്ന് ഉപയോഗം തടയാനായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് യോദ്ധാവ് എന്ന് പറയുന്നത്. ഇനി യജ്ഞമാണെങ്കിൽ നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. മത്സര പരീക്ഷകൾക്ക് സാമ്പത്തിക സഹായം, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒത്തിരി ഉണ്ട്, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ധനസഹായം കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു യജ്ഞം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. അമ്മയറിയാൻ, അമ്മമാർക്ക് സൈബർ സുരക്ഷാ പരിശീലനം. വേറെ ഒന്നുമാണെന്ന് വിചാരിക്കരുത്. അമ്മയറിയാൻ എന്ന് പറയുന്നത് അമ്മമാർക്ക് സൈബർ സുരക്ഷാ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ഇനി നിനവാണെങ്കിലോ കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ ആത്മഹത്യ തടയാനായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് നിനവ് എന്ന് പറയുന്നത്. പുനർഗേഹം ഇമ്പോർട്ടന്റ് ആണ്. തീരദേശ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമായിരുന്നു പുനർഗേഹം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഉന്നതി. തൊഴിലുറപ്പ് പദ്ധതി ഗുണോപഭോക്താക്കൾക്ക് തൊഴിൽ നൈപുണ്യം നൽകുന്നതിനുള്ള ഒരു സ്കീമായിരുന്നു ഉന്നതി എന്ന് പറയുന്നത്. തൊഴിലുറപ്പ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കൊരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള സ്കീമായിരുന്നു ഉന്നതി. താലോലം ഒക്കെ ഒത്തിരി തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അല്ലെ. താലോലം ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് ചികിത്സ ധനസഹായം. കളിക്കൂട്ട് ആണെങ്കിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് കളിക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് വേണേലും ചോദിക്കാം, വീണ്ടും വീണ്ടും കേൾക്കുക കേട്ടോ. നോക്കാം. സ്നേഹസ്പർശം, അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹസ്പർശം. ഇനി ആശ്വാസകിരണവും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായമാണ്. പ്രതിമാസം 6000 രൂപയാണ് നൽകി വരുന്നത്. 6000 രൂപ ആശ്വാസകിരണം രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. ഇനി പടവുകൾ നോക്കുകയാണെങ്കിലോ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ സഹായം, ഒരു സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ പോകാനായിട്ട് അവർക്കൊരു ധനസഹായം കൊടുക്കുന്നു. ആർക്കാണ്? വിധവകളുടെ മക്കൾക്കാണ് എന്നറിഞ്ഞിരിക്കുക. അതാണ് പടവുകൾ. ശലഭവും ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയാണ് എന്തെന്ന് പറയുന്നത്? ശലഭം എന്ന് പറയുന്നത്. സൗര തേജസ്, വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സ്കീമാണ്. ഇനി സ്പെക്ട്രവും ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ് എന്തെന്ന് പറയുന്നത്? സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാം. ഓക്കെ, ഇനി എൽസ, കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്. വയോരക്ഷ, മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ പഠിച്ചതാണ്. ഹൃദ്യം,
സങ്കീർണ ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം ചോദിച്ചിട്ടുള്ളതാണ്. സമാശ്വാസം വൃക്ക കരൾ രോഗികൾക്ക് ധനസഹായം ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. ഇനി അക്ഷയ കേരളം നോക്കുകയാണെങ്കിലോ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ് അക്ഷയ കേരളം എന്ന് പറയുന്നത്. എന്താണ്? ക്ഷയരോഗം നിർമ്മാർജ്ജന പദ്ധതിയാണ് അക്ഷയ കേരളം. നവജീവൻ തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ, തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ നൽകാനുള്ള ഒരു സ്കീമായിരുന്നു എന്തെന്ന് പറയുന്നത്? നവജീവനം എന്ന് പറയുന്നത്. അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ന്യൂസിലെ ചില സ്കീംസിനെ പറ്റി പരാമർശിച്ചിരുന്നു. അപ്പൊ അതിനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പഠിക്കുന്ന ഈ ധനുസ് എന്ന് പറയുന്ന സ്കീം നമ്മുടെ ന്യൂസിൽ വന്നത് വേറൊന്നുമല്ല. ഫണ്ട് അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫണ്ട് അലോക്കേഷൻ ലഭിച്ചില്ല എന്നുള്ള രീതിക്കായിരുന്നു ന്യൂസ് വന്നത്. അപ്പൊ എന്താണ് ധനുസ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരു ന്യൂസിൽ വന്നത് കൊണ്ട് തന്നെ വരും എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്കീമാണ്. ബിരുദധാരികളെ ഉന്നത സർവകലാശാലകളിൽ പ്രവേശനത്തിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ധനുസ്. ആരംഭിച്ചത്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് റീഹാബിലിറ്റേഷൻ. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് റീഹാബിലിറ്റേഷന്റെ കീഴിൽ വരുന്ന സ്കീമാണ് ധനുസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിരുദധാരികളെ ഉന്നത സർവകലാശാലകളിൽ പ്രവേശനത്തിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് ധനുസ് എന്ന് പറയുന്നത്. ഇതാണ് ധനുസ് എന്ന് പറയുന്നത്. ഇനി വിമുക്തി മിഷൻ, എന്തിൽ നിന്നോ വിമുക്തി നേടാനായിട്ടുള്ള മിഷനാണ്. ആരുടെ കീഴിലാണ്? എക്സൈസ് വകുപ്പിന് കീഴിലാണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു എന്തെന്ന് പറയുന്നത്? വിമുക്തി മിഷൻ എന്ന് പറയുന്നത്. ഇനി സഹജീവനം സ്നേഹഗ്രാമം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പ് തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത്? സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹൃദയതാളം പദ്ധതി. എന്താണ് ഹൃദയതാളം പദ്ധതി? നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ളതാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഹൃദ്രോഗം ബാധിച്ച കുട്ടികളെ കണ്ടെത്താനുള്ള സ്കീമാണ് എന്തെന്ന് പറയുന്നത്? ഹൃദയതാളം എന്ന് പറയുന്നത്. എന്താണ് ഹൃദയതാളം എന്ന് പറയുന്നത്? 2012 ഓഗസ്റ്റ് മുതൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ സീതാലയം പദ്ധതിയുടെ കീഴിലുള്ള ഡി അഡിക്ഷൻ ക്ലിനിക്കുകളാണ് പുനർജനി. അപ്പൊ ഹൃദയതാളം കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടുത്തത് വരുന്നത് എന്താണ്? പുനർജനി എന്ന് പറയുന്ന ഒരു സ്കീമാണ്. 2012 മുതൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ സീതാലയം പദ്ധതിയുടെ കീഴിലുള്ള ഡി അഡിക്ഷൻ ക്ലിനിക്കുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പുനർജനി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്കീമിലേക്ക് പോകാം. കൂടെയുണ്ട് കരുത്തേകാൻ. എന്താണ്? കൂടെയുണ്ട് കരുത്തേകാൻ എന്നൊരു സ്കീമാണ് അടുത്തത്. എന്താണ്? ലഹരി ഉപയോഗം, ആക്രമണ വാസന എന്നിവയുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഇപ്പൊ എന്താണ്? ലഹരിക്ക് അടിമകളാണ്. അപ്പൊ അവരെയൊക്കെ എന്താണ് ഈ ഒരു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ആക്രമണ വാസന എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ തടയാനായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്? കൂടെയുണ്ട് കരുത്തേകാൻ എന്ന് പറയുന്നത്. എന്താണ്? കൂടെയുണ്ട് കരുത്തേകാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന ഒരു സ്കീമാണിത് എന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ദീപ്തി പദ്ധതിയാണ്. അപ്പൊ ദീപ്തി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ആർക്ക് വേണ്ടി തന്നെയാണ്? കാഴ്ച പരിമിതർക്ക് വേണ്ടി തന്നെയുള്ള സ്കീമാണ്. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ 2-3 ആൾക്കാരുണ്ടെന്ന് ഓർക്കണേ. സാക്ഷരതാ മിഷൻ 1, കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറം എന്നിവയുമായി ചേർന്നാണ് കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ട് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ഓക്കെ, ദീപ്തി പദ്ധതി എന്ന് പറയുക. അപ്പൊ അവർക്ക് ഒരു സഹായം കൊണ്ടുവരിക എന്നുള്ള രീതിക്ക് സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറം എന്നിവയുമായിട്ട് സംഘടിച്ച് കൊണ്ടുവന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്? ദീപ്തി പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് ദീപ്തി പദ്ധതി എന്ന് പറയുന്നത്? ഇനി നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കോർ പദ്ധതിയാണ്. എന്താണ് കമ്മ്യൂണിക്കോർ പദ്ധതി? നോക്കാം. തദ്ദേശീയ ജനതയുടെ ആഗോള ഭാഷയായ ഇംഗ്ലീഷിലെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിൽ മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും അവരെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഒരു സ്കീമാണ് കമ്മ്യൂണിക്കോർ. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ആഗോള ഭാഷയായ ഇംഗ്ലീഷിലെ കഴിവുകള് എൻഹാൻസ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടെ എന്താണ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കോർ പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് കമ്മ്യൂണിക്കോർ പദ്ധതി എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കോർ പദ്ധതിയെ കുറിച്ച് അപ്പൊ നമ്മൾ കേട്ടു. അപ്പൊ ഇപ്പൊ ഒരുപാട് കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്കീംസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു.
അപ്പൊ ഇതാണ് നമ്മുടെ സ്കീംസിന്റെ പാർട്ട് 1 വീഡിയോ. അപ്പൊ നമ്മൾ ഇനി അടുത്ത പാർട്ടിൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുക, പാർട്ട് 2 സെൻട്രൽ ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചായിരിക്കും പഠിക്കുക. അപ്പൊ ഇതും പാർട്ട് 1ഉം പാർട്ട് 2ഉം എന്തായാലും കണ്ടിരിക്കുക. നിങ്ങളുടെ എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു.